ചെറിയ പ്രായത്തില് നമ്മൾ വിസ്തര നാമങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് മിക്കവാറും വീടുകളിൽ അന്ന് വായിച്ചുകൊണ്ടിരുന്ന വണക്കവാസ പുസ്തകങ്ങൾക്കകത്തായിരുന്നു. ദൃഷ്ടാന്തന്റെയൊക്കെ ഭാഗമായിട്ടാണ് ആ പേര് മിക്കവാറും പരാമർശിക്കപ്പെടുക. ഉംബ്രി എന്ന ദേശത്ത്, ഹിസ്പാനിയ എന്ന ദേശത്ത്, പിന്നെ നമുക്കത്ര പരിചയമല്ലാത്ത ചില പേരുകൾ വരുന്നു. അത്തരം ഒരു സന്തോഷം നമുക്കിടയിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുകയാണ്. പൊന്നുരുതി എന്ന് പറയുന്ന ദേശത്ത് തിയോഫ്നെച്ചൻ എന്ന് പറയുന്ന ഒരു സന്യാസി ഉണ്ടായിരുന്നു. അദ്ദേഹം അൽത്താര വണക്കത്തിന്റെ ഒരു പ്രാഥമിക ഘട്ടമായ ധന്യപദവിയിലേക്ക് ഈ ദിവസങ്ങൾ ഉയർത്തപ്പെടുകയാണ്. അസീസിലെ ഫ്രാൻസിസിന്റെ വർഷം ഇന്ത്യയിലെ കപ്പിറ്റൻസിന് ഇത് വലിയൊരു മുഹൂർത്തമാണ്. തങ്ങൾക്ക് ഇടയിൽ ഒരാള് ആ ഒരു വിശുദ്ധ പദവിയിലേക്ക് പ്രവേശിക്കുന്നതിന്റെ വളരെ ഗൗരവമുള്ള ചില ചുവടുകൾ ആരംഭിക്കുന്നു. ആ ദിവസം എല്ലാവരും പൊന്നിതിലേക്ക് വരണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ അച്ഛൻ ഇപ്പോഴും ഉണ്ടെന്ന് തന്നെയാണ് മനുഷ്യരും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആ സമാധിയിൽ എഴുതി വെച്ചിരിക്കുന്ന കണക്ക് പുഞ്ചിരിയോടെ വേദനിക്കുന്ന മനുഷ്യന്റെ തോളിൽ കൈയിട്ട് പുഞ്ചിരിയുടെ ദീപശിഖ ഉയർത്തിയ തിയോഫ്നെച്ചൻ പ്രസന്നസ്ത പറയുന്നത് ഇപ്പോഴും ഇവിടെ കാത്തിരിപ്പുണ്ട്. തീർച്ചയായിട്ടും പറഞ്ഞു.